1917 ഹോം റൂൾ മൂവ്മെന്റ് സമയത്ത് ആനി ബസന്റ് ആൻഡ് ലോക്മാനിയ തിലകും കൂടി വേറൊരു ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. ഇതൊരു റെഡ് ഗ്രീൻ സ്ട്രൈപ്പ് ഫ്ലാഗ് ആയിരുന്നു വിത്ത് യൂണിയൻ ജാക്ക് ഓൺ ടോപ്പ് ലെഫ്റ്റ് കോർണർ. ഈ ഫ്ലാഗ് ലോട്ടസ് സിംബലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 7 സ്റ്റാർസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഈ 7 നക്ഷത്രങ്ങൾ സപ്തഋഷി കോൺസ്റ്റലേഷനെ ചൂണ്ടിക്കാണിച്ചു. ഈ ഫ്ലാഗിന്റെ റൈറ്റ് മോസ്റ്റ് കോർണറിൽ ക്രസന്റ് മൂണും സ്റ്റാറും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1921 മഹാത്മാഗാന്ധി ഒരു ട്രൈകളർ ഫ്ലാഗ് ഡിസൈൻ ചെയ്തു വിത്ത് സ്പിന്നിംഗ് വീൽ ഓൺ ദ സെന്റർ. The color of the flag represent dominant religions in the country with a message of religious harmony. പക്ഷേ ഈ ഫ്ലാഗ് അധികം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാഗിന് കുറച്ച് മാറ്റങ്ങൾ വരും. 1931 പിംഗാലി വെങ്കയ്യ ഒരു ട്രൈകളർ ഫ്ലാഗ് ഡിസൈൻ ചെയ്തു. കളേഴ്സ് ഓഫ് ദിസ് ഫ്ലാഗ് വാസ് സാഫ്രോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സ്പിന്നിംഗ് വീൽ സെൻട്രൽ തന്നെ നിലനിർത്തി. ഇതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഒഫീഷ്യൽ ഫ്ലാഗ്. 1947 സ്വരാജ് ഫ്ലാഗ് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗായി അഡോപ്റ്റ് ചെയ്തു. ഫ്ലാഗിന്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന സ്പിന്നിംഗ് വീൽ അശോക ചക്രയായി റീപ്ലേസ് ചെയ്തു. സാഫ്രോൺ കളർ ഷോ സ്ട്രെങ്ത് ആൻഡ് കറേജ്. ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് സാഫ്രോൺ നിറം. ദ വൈറ്റ് ഷോ പീസ് ആൻഡ് ട്രൂത്ത്. സത്യസന്ധതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമാണ് വെള്ള നിറം. ഗ്രീൻ ഷോ ഫെർട്ടൈലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി. ഫ്ലാഗിന്റെ സെൻട്രലിലുള്ള അശോക ചക്ര റൂൾ ഓഫ് ധർമ്മയെ ചൂണ്ടിക്കാണിച്ചു.